ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2 നുള്ളു ഉപ്പും അതുപോലെ തന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ദോശമാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒട്ടും കട്ടകളില്ലാണ്ട് ദോശമാവിൻ്റെ പരുവത്തിലുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. അടുത്തായിട്ട് ഒരു 2 നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് പഴംപൊരി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ പഴത്തിൻ്റെ പീസായിട്ട് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു വശം നന്നായി മുറിഞ്ഞ ശേഷം നമുക്കിത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്നൊന്ന് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കും. അങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.